നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സ്വകാര്യ കമ്പനിയുടെ ടെൻഡർ 120 കോടി, പകുതി വിലയ്ക്ക് വന്ദേ ഭാരത് നിർമ്മിച്ച് ബെമൽ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കും, കായിക മന്ത്രി സ്പെയിനിലേക്ക്. നിവിൻ പോളിക്കെതിരെ പീഡന പരാതി, പോലീസ് കേസെടുത്തു. ദുരന്തത്തിനിടയിലും ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാൻ ശ്രമിച്ചു, ADGPക്കെതിരെ CPI വയനാട് ജില്ലാ ഘടകം. കാപ്പ ചുമത്തിയ മകനെ കഞ്ചാവുമായി ജയിലിലെത്തി, അമ്മ അറസ്റ്റിൽ. സത്യസന്ധമായ അന്വേഷണം നടക്കും, മുഖ്യമന്ത്രിക്ക് വിശദമായ പരാതി നൽകിയെന്ന് PV അൻവർ. ചാലാക് കട്ടിംഗ് റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ആരംഭിച്ചു. തുച്ഛവിലയ്ക്ക് കേന്ദ്രം വിൽക്കാൻ നിശ്ചയിച്ച പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ചുരുങ്ങിയ ചെലവിൽ വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിച്ച് ചരിത്രം സൃഷ്ടിച്ചു. 16 കോച്ചുള്ള ട്രെയിനിന്റെ എഞ്ചിൻ ഉൾപ്പെടെ 67.5 കോടിക്കാണ് നിർമ്മിച്ചത്. ചെന്നൈ കോച്ച് ഫാക്ടറിയുടെ സ്ഥലം, ജീവനക്കാർ, അടിസ്ഥാന സൗകര്യം എന്നിവയെല്ലാം ഉപയോഗിച്ച് സ്വകാര്യ കമ്പനി 120 കോടിക്കാണ് ഇത് ടെൻഡർ ചെയ്തിരുന്നത്. അവിടെയാണ് പകുതി ചെലവിൽ ബെമൽ ചരിത്രം സൃഷ്ടിച്ചത്. 160 മുതൽ 180 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന 16 കോച്ചുള്ള 80 വന്ദേ ഭാരത് ട്രെയിൻ നിർമ്മിക്കാനാണ് റെയിൽവേ തീരുമാനിച്ചത്. ഇതിന് 9,600 കോടിയാണ് ചെലവ്. എന്നാൽ ബെമലിന് 5,400 കോടിക്ക് ഇത് നിർമ്മിച്ചു നൽകാനാകും. നിലവിൽ 675 കോടിക്ക് 10 ട്രെയിൻ സെറ്റ് നിർമ്മിക്കാനുള്ള ടെൻഡറാണ് ബെമലിനുള്ളത്. കഞ്ചിക്കോട് ഉൾപ്പെടെ 4 നിർമ്മാണ യൂണിറ്റാണുള്ളത്. ബംഗളൂരു യൂണിറ്റാണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ച് നിർമ്മിച്ചത്. 56,000 കോടി ആസ്തിയുള്ള മിനി നവരത്ന കമ്പനിയെ 1,800 കോടി രൂപ വിലയിട്ടാണ് കേന്ദ്രം വിൽക്കാൻ തീരുമാനിച്ചത്. വിൽപ്പനയ്ക്കെതിരെ 1,327 ദിവസമായി ജീവനക്കാർ സമരത്തിലാണ്. വന്ദേ ഭാരത് ട്രെയിൻ കൂടി നിർമ്മിച്ചതോടെ ബെമലിന്റെ ഓഹരി വില 3,600-ൽ നിന്ന് 5,000 രൂപയായി ഉയർന്നു. ബെമൽ നിർമ്മിച്ച വന്ദേ ഭാരത് ട്രെയിനിൽ എഞ്ചിൻ ഉൾപ്പെടെ 16 കോച്ചുണ്ട്. മറ്റ് ട്രെയിനുകളെ പോലെ ഒരു കോച്ച് പൂർണ്ണമായും എഞ്ചിന് മാറ്റിവയ്ക്കേണ്ട, പകുതി മാത്രം. 11 AC 3 ടയർ കോച്ച്, 4 AC 2 ടയർ, AC ഫസ്റ്റ് ക്ലാസ് ബർത്ത് ഉൾപ്പെടെ 823 ബർത്തുകളുണ്ട്. ADGP MR അജിത് കുമാറിനെതിരെ താനുന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് PV അൻവർ MLA. വിശദമായ പരാതി എഴുതി നൽകി. വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഉന്നയിച്ച ആരോപണങ്ങളും വിശദീകരണവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും ബോധിപ്പിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പി അദ്ദേഹത്തിന് കൈമാറുമെന്നും PV അൻവർ പറഞ്ഞു. കേരള പോലീസിലെ ഒരു വിഭാഗത്തിന്റെ പെരുമാറ്റം ഗവൺമെന്റിനും പാർട്ടിക്കും പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ജനങ്ങൾക്കും നിരവധി ബുദ്ധിമുട്ട് നേരിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞത്. പോലീസിലുള്ള അഴിമതിയും പുഴുക്കുത്തുകളും ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ഒരു സഖാവെന്ന നിലയിലുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇനി ഇക്കാര്യത്തിൽ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തോട് സഹകരിക്കുക എന്നത് മാത്രമാണ് ഇനി തന്റെ ഉത്തരവാദിത്തമെന്നും സംസ്ഥാനം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ജനങ്ങളുടെ വികാരം അറിയാമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് ദുരന്ത മേഖലയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഭക്ഷണ വിതരണം നിർത്തിവെച്ചത് ADGPയാണെന്ന് CPI വയനാട് ജില്ലാ സെക്രട്ടറി EJ ബാബു. സന്നദ്ധ പ്രവർത്തകർ വിതരണം ചെയ്യുന്ന ഭക്ഷണം ADGP അജിത് കുമാർ ഇടപെട്ട് നൽകേണ്ടതില്ലെന്ന് പറഞ്ഞു. അതുവരെ നല്ല നിലയിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനമാണ് നിർത്തിവെപ്പിച്ചത്. ഇടപെടലിന് പിന്നിൽ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം മന്ത്രിയെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് പരിഹരിച്ചതെന്നും EJ ബാബു വ്യക്തമാക്കി. വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ജനങ്ങളെ സർക്കാരിനെതിരെ തിരിച്ചു എന്നത് അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ മുന്നോട്ടു പോയ രക്ഷാപ്രവർത്തനത്തിനിടെ വിവാദങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് വെളിപ്പെടുത്തിയത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും പൊതുപ്രവർത്തകരും ഒത്തുചേർന്നാണ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. നേരത്തെ തന്നെ ADGPയുടെ നടപടി സംബന്ധിച്ച് വിവാദമുണ്ടായിരുന്നു. ദുരന്തമുണ്ടായപ്പോൾ മന്ത്രി K രാജൻ സ്ഥലത്തെത്തിയിരുന്നു. പ്രതിപക്ഷത്തിന് പോലും ആക്ഷേപമില്ലാത്ത വിധത്തിൽ ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തനത്തിന് മന്ത്രിമാർ ഒന്നിച്ച് നേതൃത്വം നൽകി. ഒരു ദിവസം K രാജൻ അവിടെ നിന്നും മാറിയതോടെയാണ് വിവാദമുണ്ടായത്. ഊട്ടുപുര പൂട്ടിച്ചത് എന്തിനെന്ന് അന്നും ചോദിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ ഭക്ഷണ വിതരണത്തിൽ നിന്ന് സന്നദ്ധ സംഘടനയെ വിലക്കിയത് വിവാദമായിരുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡ് എന്ന സന്നദ്ധ സംഘടന നടത്തിവരുന്ന ഊട്ടുപുര പൂട്ടിക്കുകയുണ്ടായി. ഇതിനെതിരെ മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് രംഗത്തെത്തിയിരുന്നു. ഭക്ഷണ വിതരണം നിർത്തിയതോടെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്കടക്കം ഭക്ഷണം ലഭിക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. രക്ഷാപ്രവർത്തകരും യൂത്ത് ലീഗ്, കോൺഗ്രസ് നേതാക്കളും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുകയും
സോഷ്യൽ മീഡിയയിലടക്കം വ്യാപക പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു. ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർ, സൈനികർ, പോലീസുകാർ, വളണ്ടിയർമാർ, ആരോഗ്യ പ്രവർത്തകർ, മൃതദേഹം തിരയുന്ന ബന്ധുക്കൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയ എല്ലാവർക്കും ഈ ഊട്ടുപുരയിൽ നിന്ന് 4 ദിവസം സൗജന്യമായി ഭക്ഷണം ലഭിച്ചിരുന്നു. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഊട്ടുപുര പൂട്ടേണ്ടി വന്നത് ചൂണ്ടിക്കാട്ടി സംഘാടകർ ഫ്ലക്സ് കെട്ടിയതിനെ തുടർന്നാണ് സംഭവം വാർത്തയാവുകയായിരുന്നു. തങ്ങളുടെ സംശയം അന്ന് തന്നെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നും EJ ബാബു പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നാളെ സ്പെയിനിലേക്ക് പുറപ്പെടും. മാഡ്രിഡിൽ എത്തുന്ന മന്ത്രി വി അബ്ദുറഹ്മാനും സംഘവും അർജന്റീന ഫുട്ബോൾ പ്രതിനിധികളുമായി ചർച്ച നടത്തും. ബുധനാഴ്ച പുലർച്ചെ മന്ത്രി സ്പെയിനിലേക്ക് പുറപ്പെടുമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രിക്കൊപ്പം കായിക വകുപ്പ് ഡയറക്ടറും സെക്രട്ടറിയും സ്പെയിനിലേക്ക് പോകുന്നുണ്ട്. മാഡ്രിഡിലെത്തുന്ന അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള സംഘം അർജന്റീന ഫുട്ബോൾ പ്രതിനിധികളുമായി ചർച്ച നടത്തും. അർജന്റീന ടീം കഴിഞ്ഞ ലോകകപ്പ് കിരീടം നേടിയപ്പോൾ തന്നെ കേരളത്തിലേക്ക് ടീമിനെ എത്തിക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം സ്പെയിനിലേക്ക് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് സർക്കാർ നൽകുന്നത് പ്രത്യേക പരിഗണനയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. കണ്ണൂർ മണ്ഡലത്തിലെ ചാലയെയും തോട്ടടയെയും ബന്ധിപ്പിക്കുന്ന ചാല കട്ടിംഗ് റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിനായി പൊതുമരാമത്ത് വകുപ്പ് രൂപീകരിച്ച റോഡ്സ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ 73 റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിൽ 6 എണ്ണം പ്രവൃത്തി പൂർത്തിയായി, 8 എണ്ണത്തിന്റെ പ്രവൃത്തി തുടരുന്നു. 4 റെയിൽവേ മേൽപ്പാലം ടെൻഡർ ഘട്ടത്തിലാണ്. 6 എണ്ണത്തിന്റെ ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായി, മറ്റുള്ളവ വിവിധ ഘട്ടങ്ങളിലാണെന്നും മന്ത്രി പറഞ്ഞു. ചാല കട്ടിംഗ് റെയിൽവേ മേൽപ്പാലം വരുന്നതിലൂടെ നാടിന്റെ ദീർഘകാലത്തെ കാത്തിരിപ്പാണ് യാഥാർത്ഥ്യമാവുന്നതെന്ന് മന്ത്രി പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ 7.02 കോടിയും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ MLA ഫണ്ടിൽ നിന്നുള്ള 1.5 കോടിയും ഉൾപ്പെടെ 8.07 കോടി രൂപയാണ് ഇവിടെ ചെലവഴിക്കുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന് 30 മീറ്റർ നീളവും 6 മീറ്റർ കാരേജ് വേയും ഒരു ഭാഗത്ത് 1 മീറ്റർ നടപ്പാതയും ഉൾപ്പെടെ ആകെ 7 മീറ്റർ വീതിയുമുണ്ട്. 8 മീറ്ററോളം ഉയരത്തിലാണിത് നിർമ്മിക്കുക. മേൽപ്പാലത്തിന്റെ ചാലാഭാഗത്തെ അനുബന്ധ റോഡ് ദേശീയപാത 66ന്റെ കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ്. ചൊവ്വ കൂത്തുപറമ്പ സംസ്ഥാന പാതയിലെ ചാലക്കുന്നിൽ എത്തിച്ചേരുന്ന തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, തോട്ടട ഗവൺമെന്റ് ITI, JTS എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അതുപോലെ നാട്ടുകാരും തോട്ടട ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മറ്റും എളുപ്പത്തിൽ എത്തിച്ചേരുന്നത് ചാലയിലെ റെയിൽവേ പാളം മുറിച്ചു കടന്നുകൊണ്ടാണ്. തോട്ടട ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നടന്ന ചടങ്ങിൽ രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ K ബാലകൃഷ്ണൻ, N മിനി, ബിജോയ് തയ്യിൽ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KM ഹരീഷ്, റെയിൽവേ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ KV മനോജ് കുമാർ, പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രമോദ് ചാത്തമ്പള്ളി, MK മുരളി, C ലക്ഷ്മണൻ, KV ചന്ദ്രൻ, കോഫി ഹൗസ് പ്രസിഡന്റ് N ബാലകൃഷ്ണൻ മാസ്റ്റർ, OP രവീന്ദ്രൻ, P പ്രകാശൻ, രാജീവൻ കീഴ്ത്തള്ളി, ഷമീർ ബാബു, O ബാലകൃഷ്ണൻ, രാകേഷ് മന്നമ്മേത്ത്, G രാജേന്ദ്രൻ, അസ്ലാം പിലാക്കൽ, KV ബാബു എന്നിവർ സംസാരിച്ചു. പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ഉമാവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ബോണസ് തർക്കം പരിഹരിച്ചു. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെയും അനുബന്ധ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ 2023-24 വർഷത്തെ ബോണസ് തർക്കം പരിഹരിച്ചു. മാസശമ്പളം 7000 രൂപ പരിധി വെച്ച് 20% ബോണസും പുറമെ മുഴുവൻ ജീവനക്കാർക്കും 700 രൂപ എക്സ്ഗ്രേഷ്യയും നൽകും. ജില്ലാ ലേബർ ഓഫീസർ C വിനോദ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തൊഴിലുടമയെ പ്രതിനിധീകരിച്ച് TK പുരുഷോത്തമൻ, M പ്രമോദ്, MB അബ്ദുൾ സത്താർ, CP അലിക്കുഞ്ഞി, അമിത ദിനേശൻ, K ശോഭ, തൊഴിലാളി യൂണിയനെ പ്രതിനിധീകരിച്ച് KP സഹദേവൻ, VV ബാലകൃഷ്ണൻ, PP രാജേഷ്, P പ്രസൂൺ ബാബു, VV ശശീന്ദ്രൻ, മുഹമ്മദ് ശിഹാബ്, P കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കൈരളിയിൽ കരകൗശല ഉൽപ്പന്നങ്ങളുടെ ഓണം പ്രദർശന വിൽപ്പനമേള ആരംഭിച്ചു. ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് കേരള കരകൗശല വികസന കോർപ്പറേഷൻ നടത്തുന്ന ഓണം വിപണനമേള തെക്കി ബസാർ സബ് ജയിലിന് മുന്നിലെ കൈരളി ഷോറൂമിൽ ആരംഭിച്ചു. വീട്ടിത്തടിയിലും മറ്റും തീർത്ത മനോഹരങ്ങളായ ശില്പങ്ങൾക്കു പുറമെ നെറ്റിപ്പട്ടം, നിട്ടൂർപ്പെട്ടി, കഥകളി, തെയ്യം ശില്പങ്ങൾ, ചന്ദനത്തൈലം, ചന്ദനത്തടി തുടങ്ങിയ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാണ്.
ലോക പ്രശസ്തമായ ആറൻ മുളക്കണ്ണാടിയുടെ വൈവിധ്യമാർന്ന ശേഖരവും കൈരളിയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 10% ഡിസ്കൗണ്ട് ലഭിക്കും. 2000 രൂപക്ക് മുകളിലുള്ള എല്ലാ പർച്ചേഴ്സിനും സമ്മാന കൂപ്പൺ ലഭിക്കുന്നതാണ്. തെക്കേ ബസാറിൽ സർജയിലിന് മുന്നിലുള്ള കൈരളി ഷോറൂമിലും പോലീസ് മൈതാനിയിലെ കൈത്തറി മേളയിലെ കൈരളി സ്റ്റാളിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. സെപ്റ്റംബർ 14 വരെയാണ് മേള. ആറളത്തെ ആനമതിൽ മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി OR കേളു. ആറളത്തെ ആനമതിൽ നിർമ്മാണം മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു നിർദ്ദേശിച്ചു. കണ്ണൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യ വന്യജീവി സംഘർഷം ഏറെ ഗുരുതരമായ പ്രശ്നമാണ്. ഇതിന് പരിഹാരമുണ്ടാക്കാനാണ് ആനമതിൽ പദ്ധതി നടപ്പിലാക്കുന്നത്. അത് എത്രയും വേഗം പൂർത്തിയാക്കണം. ആവശ്യമായ മരങ്ങൾ മുറിച്ചു മാറ്റാനും മറ്റും ആവശ്യമായ നടപടി വനം പൊതുമരാമത്ത് വകുപ്പുകളും DRDM-ഉം ആറളം ഫാം മാനേജ്മെന്റും കൂട്ടായി സ്വീകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആറളം ഫാമിൽ ഹാങ്ങിങ് ഫെൻസിംഗ് പദ്ധതിയുടെ സാധ്യത പരിശോധിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകി. ഫാമിനെ ലാഭകരമാക്കാൻ ജീവനക്കാരുടെ കാര്യക്ഷമത കൂട്ടാനും പുതിയ വിളകൾ പരീക്ഷിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടലപ്പള്ളി അധ്യക്ഷനായി. MLA-മാരായ KV സുമേഷ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, KP മോഹനൻ, M വിജിൻ, അഡ്വക്കേറ്റ് സജി ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ, അസിസ്റ്റന്റ് കളക്ടർ ബ്രന്ദേസായി കൃഷ്ണ, XC വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KS ശ്രീരേഖ, ST വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സിന്ധു പരമേഷ് എന്നിവർ സംസാരിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ. നഗറുകളിലെ വീടുകളുടെ നവീകരണത്തിന് പ്രത്യേക പദ്ധതി വേണമെന്ന് MLA-മാർ. ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ നഗറുകളിലെ ശോചനീയമായ വീടുകൾ നവീകരിക്കാൻ പ്രത്യേക പദ്ധതി വേണമെന്ന് ആവശ്യം. മന്ത്രി OR കേളുവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന SC/ST പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മറ്റ് MLA-മാരാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. 2017 തുടങ്ങിയ പള്ളിപ്പുറം വലിയന്നൂർ അംബേദ്കർ ഗ്രാമം പ്രവൃത്തി 60% മാത്രമേ പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. മുണ്ടേരി നിലപ്പന്നക്കുന്ന് അംബേദ്കർ ഗ്രാമം പ്രവൃത്തി തുടങ്ങി. താണ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചുവെങ്കിലും പഴയ കെട്ടിടം പൊളിച്ചു നീക്കാത്തതിനാൽ ബുദ്ധിമുട്ട് നേരിടുന്നു. പലയിടങ്ങളിലും വീടുകളുടെ അവസ്ഥ ഏറെ ശോചനീയമാണെന്ന് MLA-മാർ ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി വീടുകൾ നവീകരണം, കുടിവെള്ളം, കക്കൂസ് സൗകര്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത വീടുകളുണ്ട്. ആറളം പുനരധിവാസ മേഖലയിലെ വീടുകളുടെ സ്ഥിതി മോശമാണ്. ഇത്തരം വീടുകൾ നവീകരിക്കാൻ ബൃഹത് പദ്ധതി തയ്യാറാക്കണമെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആവശ്യപ്പെട്ടു. പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അഴീക്കോട് മണ്ഡലത്തിലെ കല്ലടത്തോട് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രീ എക്സിമിനേഷൻ ട്രെയിനിംഗ് സെന്റർ ഉടൻ പ്രവർത്തനം ആരംഭിക്കാൻ നടപടി വേണമെന്ന് KV സുമേഷ് MLA ആവശ്യപ്പെട്ടു. തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുവാദം കിട്ടാത്തതിനാൽ പട്ടവം മുതുകുട അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്ന് M വിജിൻ MLA പറഞ്ഞു. അംബേദ്കർ ഗ്രാമം പോലുള്ള പദ്ധതികൾ പൊതുസ്വകാര്യങ്ങൾ ഒരുക്കാൻ SC/ST നഗറുകളിലെ സ്ഥലപരിമിതി തടസ്സമാക്കുന്നതിനാൽ അഡ്വക്കേറ്റ് സജി ജോസഫ് MLA ചൂണ്ടിക്കാട്ടി. നഗറുകളോട് ചേർന്ന് സ്വകാര്യ സ്ഥലങ്ങൾ വില കൊടുത്ത് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. നവീകരിച്ച കവായി പാലം അപ്രോച്ച് റോഡ് മന്ത്രി ഉദ്ഘാടനം ചെയ്തു. മെക്കാഡാം ടാറിംഗ് ചെയ്ത് നവീകരിച്ച കവായി പാലം അപ്രോച്ച് റോഡ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലം മുതൽ കവായി കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡ് 2022-23 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി മെക്കാഡം ടാറിംഗ് ചെയ്താണ് നവീകരിച്ചത്. പയ്യന്നൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കവായി കായലിനെ പയ്യന്നൂർ നഗരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ജില്ലാ റോഡാണിത്. 3.25 കോടി രൂപയാണ് നിർമ്മാണം. കവായി സ്കൂളിന് സമീപം നടന്ന ചടങ്ങിൽ TA മധുസൂദൻ MLA അധ്യക്ഷനായി. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KP ലളിത, വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ TP സമീറ, KK ഫൽഗുനൻ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ UP ജയശ്രീ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KV പ്രവീൺ, P സന്തോഷ്, P ജയരാജ്, M രാമകൃഷ്ണൻ, SK ഷുക്കൂർ ഹാജി, പനക്കിൽ ബാലകൃഷ്ണൻ, P ജയൻ, K ഹരിഹർ കുമാർ, PV ദാസൻ, ഇക്ബാൽ പോപ്പുലർ, PU രമേശൻ എന്നിവർ സംസാരിച്ചു.
പയ്യന്നൂർ റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. റെസ്റ്റ് ഹൗസ് ഓൺലൈൻ ബുക്കിംഗിലൂടെ 18 കോടി അധിക വരുമാനം മന്ത്രി മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ റെസ്റ്റ് ഹൗസിൽ ഓൺലൈൻ ബുക്കിംഗ് ഏർപ്പെടുത്തിയതിലൂടെ 18 കോടി രൂപയുടെ അധിക വരുമാനം സർക്കാരിന് നേടാൻ കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പയ്യന്നൂർ റെസ്റ്റ് ഹൗസ് പുതിയ ബ്ലോക്കിലെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. TA മധുസൂദനൻ MLA അധ്യക്ഷനായി. $52,74,589 രൂപയ്ക്കാണ് കോൺഫറൻസ് ഹാളിന്റെ നിർമ്മാണം 8 മാസം കൊണ്ട് പൂർത്തീകരിച്ചത്. ഒന്നാം നിലയിൽ 241.47 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് നിർമ്മാണം. ശീതീകരിച്ച കോൺഫറൻസ് ഹാൾ, റിസപ്ഷൻ ഏരിയ, ടോയ്ലറ്റ് സൗകര്യം എന്നിവ ഇതിലുണ്ട്. റോഡ് കരിമ്പം ഫാം ടൂറിസം പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 69.50 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ETC പൂമംഗലം മയൂർ പന്നിയൂർ കാലിക്കടവ് പടമക്കാട് മടക്കാട് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം 2024-25 സാമ്പത്തിക വർഷ സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപയുടെ കരിമ്പം ഫാം ടൂറിസം പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജൈവ വൈവിധ്യ രജിസ്റ്റർ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ചവലപ്പുഴ സുപ്രഭ കലാനിലയം പരിസരത്ത് നടന്ന ചടങ്ങിൽ MV ഗോവിന്ദൻ മാസ്റ്റർ MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് KK രത്നകുമാരി, UP ശോഭ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് രത്നകുമാരി, UP ശോഭ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM സീന, സുനിജ ബാലകൃഷ്ണൻ, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാച്ചേനി രാജീവൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CA സബിത, കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ TP പ്രസിഡന്റ് ടീച്ചർ ലക്ഷ്മണൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KV മുകുന്ദൻ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ MN പ്രദീപൻ, ഫാം സൂപ്രണ്ട് P സതീശൻ എന്നിവർ സംസാരിച്ചു. ദീപു S, ഷാജി തയ്യിൽ എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രം റോഡ് അഭിവൃദ്ധിപ്പെടുത്തൽ പ്രവൃത്തി ഉദ്ഘാടനവും ചെയ്തു. നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതിയുമായി യുവതി. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. വിദേശത്ത് വെച്ചാണ് പീഡനം നടന്നതെന്നാണ് വിവരം. എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ. തിരുവനന്തപുരം പന്നിയോട് സ്വദേശി ലത ആണ് അറസ്റ്റിലായത്. വിയൂർ സെൻട്രൽ ജയിലിലേക്കുള്ള മകന് നൽകാൻ കഞ്ചാവ് കടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ലത അറസ്റ്റിലായത്. കോലടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ KVയും സംഘവുമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ഹരികൃഷ്ണന് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. ന്യൂസ് ഡെസ്ക് കാസർഗോഡ് മീഡിയ.